എല്ലാമായിരുന്നു ഐദൽ ശിഹാബ് തങ്ങൾ. റഹ്മത്തിന്റെ ആളായിരുന്നു, ശുക്രിന്റെ ആളായിരുന്നു, സ്വബറിന്റെ ആളായിരുന്നു, മാനവികത ആളായിരുന്നു, പ്രയാസങ്ങൾ നീക്കുന്ന ആളായിരുന്നു, സഹായത്തിന്റെ ആളായിരുന്നു, ദിക്റിന്റെ ആളായിരുന്നു, ഫിക്റിന്റെ ആളായിരുന്നു, സമസ്തയെ നെഞ്ചിലേറ്റിയ മഹാനായിരുന്നു, ഇൽമിന് പ്രാമുഖ്യം കൊടുത്ത ആളായിരുന്നു, ആലിമീങ്ങളെ ബഹുമാനിച്ച ആളായിരുന്നു. നമ്മൾ നേരിട്ട് കണ്ടതുമാണ്, വായിച്ചതുമാണ്, ഒപ്പം നടന്ന് ഒപ്പം ജീവിച്ച് മനസ്സിലാക്കിയതുമാണ്. നമുക്കൊക്കെ, എനിക്കും ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൂടെ പല നാടുകളിലേക്കും പ്രബോധന വീതിയിൽ പ്രഭാഷണ അവസരത്തിന് വേണ്ടി യാത്രക്ക് അള്ളാഹു ധാരാളം അവസരം നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യനെ അളക്കുന്നത് അവരുടെ കൂടെ നടക്കുമ്പോഴാണ്, പരസ്യമായി സ്റ്റേജിൽ വെച്ചുകൊണ്ടല്ല. കൂടെ ചാരിയാൽ, സ്വകാര്യമായി റൂമിൽപ്പെട്ടാൽ, സ്വകാര്യ സംഭാഷണത്തിൽ 2 ദിവസം യാത്ര ചെയ്യുമ്പോൾ അപ്പോഴാണ് ആളുകളെ തിരിച്ചറിയാം. പെട്ടെന്നൊരു സദസ്സിലുള്ള തുണിയും കുപ്പായം കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഇന്ന് ഒരാളെയും വിലയിരുത്താൻ പറ്റാത്ത കാലമാണ്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൂടെ നടന്നാൽ, കൂടെ ജീവിച്ചാൽ, ഒരേ റൂമിലായാൽ മനസ്സിലാവും അവരുടെ ഇബാദത്തിന്റെ ആഴം അത് എത്രയാണ് എന്ന്. പ്രത്യേകിച്ച് ജമാഅത്തിലുള്ളവരുടെ കാർക്കശ്യം. കേരളത്തിൽ ഏറ്റവും തിരക്കുള്ള മഹാനായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ഹൈദരലി ശിഹാബ് തങ്ങൾ. പക്ഷെ എന്നാലും പാണക്കാട്ട് സുബൈക്ക് ജമാഅത്തിന് പള്ളിയിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ ഉണ്ടാവും. മുഅദ്ദിന്റെ കയ്യിൽ ഒരു ചാവി ഉള്ളതിന് പുറമെ പാണക്കാട്ട് ഈ മഹാനായ നേത്ര രാജപദവിയിലുള്ള സയ്യിദിന്റെ കയ്യിൽ മറ്റൊരു ചാവി ഉണ്ടായിരുന്നു. 10ഉം 12ഉം പരിപാടികൾ രാത്രിയും പകലും അതിലൊക്കെ പങ്കെടുത്ത്, ചിലത് മദ്രസ ഉദ്ഘാടനം, ചിലത് പള്ളി ഉദ്ഘാടനം, ചിലത് മഹാസമാഗ സമ്മേളനങ്ങൾ, സമസ്തന്റെ പരിപാടി, രാഷ്ട്രീയ പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, വിവാഹ ചടങ്ങുകൾ, ഇതിലെല്ലാം പങ്കെടുത്ത് ക്ഷീണിച്ച് മയക്കം ബാധിച്ച് വന്നാലും ഒന്ന് കിടന്ന് മയങ്ങി തഹജ്ജുദിന് വേണ്ടി എണീറ്റ മഹാൻ തന്റെ കയ്യിലുള്ള ചാവിയും പിടിച്ച് പാണക്കാട്ട് പള്ളി തുറക്കാൻ പോയാൽ മുദരിസ് മേലെ കടന്നുറങ്ങുന്നുണ്ടാകും, മുക്കറി റൂമിൽ ഗാഠനിദ്രയിൽ ആണ്ടുപോയിട്ടുണ്ടാകും. പക്ഷേ ഈ കുറിയ മനുഷ്യന്റെ തലയിലുള്ള ആ കറുത്ത തൊപ്പിയുമായി ആ ഇരുണ്ട വെളിച്ചത്തിൽ കയ്യിൽ പിടിച്ചിട്ടുള്ള ചെറിയ വെളിച്ചത്തിന്റെ സഹായത്തോടെ പള്ളിയിൽ വന്ന് അകത്തെ പള്ളിയുടെ ഒരു മൂലയിൽ തഹജ്ജുദ് സ്കരിച്ചുകൊണ്ട് അള്ളാന്റെ കലാമ് കയ്യിൽ പിടിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നത് കണ്ടാൽ കണ്ടു നിന്നവന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നതാ. അത്ര ജമാഅത്തിന് കാർക്കശ്യമുള്ള, പള്ളിയുമായി ബന്ധമുള്ള. ആ പള്ളിയിലുള്ള നിസ്കാരവും ദുആയൊക്കെ കഴിഞ്ഞ് പുറത്താണ്ടിറങ്ങിയാൽ പിന്നെ ഒരു പട ജനങ്ങളാണ്. അതിൽ നെറ്റത്ത് കുറിയുള്ള ആളുണ്ടാവും, നെറ്റത്ത് നിസ്കാരത്താമ്പുള്ള ആളുണ്ടാവും, കഴുത്തിൽ കുരിശിന്റെ മാലുള്ള ആളുകൾ ഉണ്ടാകും. ചില ആളുകൾ ഒരു ഒപ്പ് കിട്ടാൻ, ചില ആളുകൾ വറക്കത്തിന് ഒരു 10 രൂപ കിട്ടാൻ, ചില ആളുകൾ നാട്ടിലുള്ള മദ്രസ തുറക്കാൻ തങ്ങൾക്ക് തിരക്കായതുകൊണ്ട് ക്ഷണിക്കണില്ല, അവിടുത്തെ സമ്മതം കിട്ടാൻ, ചില ആളുകൾ മാരക രോഗികളായ കുട്ടികളുമായി പുറത്തിറങ്ങിയാൽ തങ്ങൾ കാണുന്നത് ഈ രംഗാണ്. പുറത്താണ്ട് ഇറങ്ങിയാൽ പിന്നെ തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ കൂടെ ഒരു പട നടക്കുകയാണ്. പാണക്കാട്ട് പള്ളിയിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് സുബഹിക്ക് തങ്ങൾ പോകുന്ന ആ രംഗൊന്ന് കാണേണ്ടതാണ്. ഞാൻ 2 പ്രാവശ്യം തങ്ങളെ കാണാൻ പോയത് സുബഹി സമയത്താണ്. കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ഇങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ പോവാണ്. ആ രംഗം വല്ലാത്ത രംഗം, ആ പാണക്കാട് മാത്രം കാണുന്ന രംഗമാണ്. സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ വന്ന് അപ്പോഴേക്ക് പള്ളിയിൽ കയറാൻ പറ്റുന്നവരും പള്ളിയിൽ കയറി കൂടാത്തവരും ഉണ്ടാകും. കാരണം എല്ലാ മദ്രസയും ഞങ്ങളെ കാത്തുക്കുന്നുണ്ടാവും, എല്ലാവരും പുറത്ത് കാത്തുക്കാൻ. തങ്ങൾ കണ്ട് പുറത്തിറങ്ങിയാൽ കുറിയും നിസ്കാരത്താമ്പും കുരിശിന്റെ മാലയും എല്ലാം കൂടി കലർന്നിട്ട് ഒരു വൻ പട. അങ്ങനെയാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നത്. ആ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് മാനവികതയിലും കാരുണ്യത്തിലും സ്നേഹത്തിലും സാവർത്തിത്വത്തിലും വിശാല മനസ്കതയിലുമൊക്കെ വേറിട്ട മുദ്ര പതിച്ച് ഇന്നും ഹൃദയത്തിന് നോവായി, ഇന്നും നാവിനെ അവരെ പ്രശംസിക്കുമ്പോൾ ആവേശമായി, അവരുടെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിനും മരുന്നായി, നമ്മുടെ ജീവിതത്തിന്റെ ധീരതക്ക്, ധൈര്യത്തിന്, സമസ്തക്ക് താങ്ങും തണലുമാകാൻ, നമുക്ക് എന്തും ചെയ്യാനും ഒപ്പം നടക്കാനും ആ തങ്ങൾ നൽകിയ ചരിത്രാധ്യായത്തിലെ പ്രചോദനം ഇന്നും നമ്മുടെ ആന്തരിക ഇന്ധനമാണ്.